പത്തനംതിട്ടയിൽ നിന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ആരോപണം ഉയർന്നു വരികയുണ്ടായി. ഈ ആരോപണം ഉയർന്നു വന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷയ്ക്കെതിരെയാണ്. ജില്ലാ അധ്യക്ഷയായ രജനി പ്രദീപ് അനധികൃത പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ തന്നെ നേതാവായ ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റായ ഗീതാ റാം ആരോപിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് അറിയാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കോൺഗ്രസിന്റെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുവെന്നും ഗീത പറയുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ രജനി പ്രദീപ് അനാവശ്യമായി പണം ചോദിച്ചു. പണം നൽകാതെ വന്നതോടെ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറിയെന്ന മഹിളാ കോൺഗ്രസ് ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഗീതാ റാം. എന്നോട് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എപ്പോഴും ഓരോ ആവശ്യത്തിന് രൂപ ചോദിക്കുമ്പോൾ അത് ഒന്നും രണ്ടും ഒന്നുമല്ല രൂപ ചോദിക്കുന്നത്. അത് ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീത ഇതുപോലെ ഞാൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നുണ്ട്, 74 മണ്ഡലങ്ങൾ തോരണവും കൊടിയും തൊപ്പി ഇതെല്ലാം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ രൂപ തരണം, എനിക്ക് വായ്പ അത് നാളെ തന്നെ തരണം. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കട്ടെ, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷ പോലും അറിയാതെ വിളിച്ചുയർത്തുവെന്ന ഗീത പരാതിയിൽ പറയുന്നു. ഈ 23-ാം തീയതി രാവിലെ യൂത്ത് കോൺഗ്രസ് വിജയ് ഇന്ദുചൂടൻ, അതുകൊണ്ടാണ് ഞാൻ വിജയ് ഇന്ദുചൂടൻ്റെ ഇത് പറഞ്ഞത്, ഇതിനകത്തൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഇന്ന് 3 മണിക്ക് എല്ലാവരും കൂടണം, ജബീമേത്ത വരുന്നുണ്ട്, നമുക്ക് സ്വീകരണം കൊടുക്കണമെന്ന്. അങ്ങനെ എന്നെ അറിയിച്ചില്ല, ആരും അറിയിച്ചില്ല, 1 മണി ജില്ലയിൽ നിന്നും എന്നെ അറിയിച്ചില്ല ഒന്നും. ഞാൻ അധ്യക്ഷം വഹിച്ച് ഞാൻ ഇവരെ വിളിച്ചു കൂട്ടി ഞാൻ അധ്യക്ഷം വഹിക്കേണ്ട ഒരു സ്ഥാനത്ത് എന്നെ ആരും അറിയിച്ചുമില്ല, എന്നെ വിളിച്ചുമില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ, വിജയ് ഇന്ദുചൂടൻ തുടങ്ങിയവർ ചേർന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്നും ഗീതാറാം ആരോപിക്കുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.